വന്നവർക്ക് കുടിക്കാനുള്ള ചായയുമായി പുറത്തേക്ക് വരുന്ന ആ ഒരു സ്ത്രീയെ എല്ലാരും ഒരുപോലെ നോക്കി നിന്നു. പെട്ടെന്ന് അടുത്തിരുന്ന ബ്രോക്കർ ചെവിയിൽ പറഞ്ഞു, അത് പെണ്ണിന്റെ കുഞ്ഞമ്മയാണ്. പക്ഷെ അപ്പോഴും അനൂപിന്റെ കണ്ണുകൾ വീടിന് ചുറ്റും വാതിലിനരികിലും താൻ കാണാൻ വന്ന ആ ഒരു പെൺകുട്ടിയെ തിരയുന്നുണ്ടായിരുന്നു. ചായ കൊണ്ടുവന്ന സ്ത്രീയുടെ പിന്നിൽ ഒരു ചുരിദാറിട്ട ഒരു പെൺകുട്ടി ഒട്ടും ഇഷ്ടപ്പെടാത്തതുപോലെ വാതിലിനരികിൽ വന്ന് നിൽക്കുന്നു. കണ്ണുകൾ എഴുതി പൊട്ടും തൊട്ട് തലമുടിയിൽ ഒരു ക്ലിപ്പിട്ട് വെച്ചിട്ടുണ്ട്. അതാണ് താൻ കാണാൻ വന്ന പെണ്ണ്, വൈഷ്ണവി. അവളെ കണ്ടപ്പോ തന്നെ അനൂപിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. എന്നാൽ വൈഷ്ണവിയുടെ മുഖത്ത് ദേഷ്യമാണോ വിഷമമാണോ എന്നറിയാത്തൊരു ഭാവം. മുൻപ് മൂന്നിടത്ത് പെണ്ണ് കാണാൻ പോയപ്പോഴും അവർക്കിടയിൽ ഇതേപോലൊരു ഭാവം അനൂപ് ശ്രദ്ധിച്ചിരുന്നു. ആ ഭാവത്തിന്റെ യാഥാർത്ഥ്യം തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. പെൺകുട്ടി കാണാൻ സുന്ദരിയാണ്, ആര് കണ്ടാലും ഇഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഇതും ഒരു സ്വപ്നം മാത്രമാണ്. തനിക്കൊരിക്കലും വിധിച്ചിട്ടില്ലാത്ത, യാഥാർത്ഥ്യമാകാത്തൊരു സ്വപ്നം. അനൂപ് തന്റെ കൂടെ വന്നവരെ നോക്കി. അമ്മ, അച്ഛൻ, പെങ്ങളൂട്ടി, പിന്നെ ബ്രോക്കറും. എല്ലാവരുടെയും മുഖത്ത് സന്തോഷം നിറഞ്ഞൊരു ഭാവം. കാരണം പെൺകുട്ടി കാണാൻ സുന്ദരിയാണ്. ചേട്ടനുമായി നല്ല മാച്ചാണല്ലോ അമ്മേ എന്നൊക്കെ പെങ്ങളൂട്ടി ഇരുന്ന് പറയുന്നത് അനൂപിന്റെ ചെവിയിൽ കേട്ടു. തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ എന്തോ നഷ്ടപ്പെട്ട ഭാവത്തിൽ നിന്ന വൈഷ്ണവിയെ അവനും നോക്കി. അവളെക്കാൾ 7 വയസ്സ് പ്രായമുണ്ട് അനൂപിന്. ഇനി അതാണോ ഇഷ്ടപ്പെടാത്ത കാരണം എന്നെല്ലാം ഒരു നിമിഷം അവന്റെ മനസ്സാക്ഷിയോട് അവൻ ചോദിച്ചുകൊണ്ടിരുന്നു. ചെറുക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് നടക്കട്ടെ എന്ന് പറയുന്ന ബ്രോക്കറിന്റെ ശബ്ദം കേട്ടിട്ടാണ് അനൂപ് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നത്. വേണ്ട, എനിക്കൊന്നും സംസാരിക്കാനില്ല. തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാത്ത ആ ഒരാളോട് എന്ത് സംസാരിക്കാനാണ് എന്നൊരു ചിന്തയായിരുന്നു അനൂപിന്റെ മനസ്സിൽ. എനിക്കൊന്ന് സംസാരിക്കണം. പെട്ടെന്ന് വൈഷ്ണവി അങ്ങനെ പറയുമ്പോൾ തന്നെ അനൂപ് അവളെ മുഖം വെട്ടിക്കാതെ നോക്കി നിന്നു. എന്ത് സംസാരിക്കാനാണ്? എനിക്കിഷ്ടമില്ല എന്ന് ചേട്ടൻ വീട്ടുകാരോട് പറയണം. അല്ലെങ്കിൽ ചേട്ടാ, എനിക്ക് മറ്റൊരാളെ ഇഷ്ടമുണ്ട്, ഇതിൽ നിന്ന് ചേട്ടൻ പിന്മാറണം, ഇതൊക്കെ പറയാനല്ലേ എന്നവൻ മനസ്സിലാലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോ, അനൂപേ ചെല്ല്. എന്താണ് രണ്ടുപേർക്കും സംസാരിക്കണമെന്ന് വെച്ചാൽ അത് പരസ്പരം സംസാരിക്കേ. അമ്മയും അച്ഛനും ഒരുപോലെ പറയുന്നത് കേട്ടിട്ട് അവർ രണ്ടുപേരും ഒരുപോലെ പുറത്തേക്കിറങ്ങി. പുറത്തേക്കിറങ്ങുമ്പോ അനൂപ് വാതിൽപ്പടിക്കൽ നിന്നും ഒന്ന് തിരിഞ്ഞു നോക്കി. ഒരു കളിയാക്കി ചിരിയുടെ മുഖത്തോടെ അവനെ നോക്കിച്ചിരിക്കുന്ന പെങ്ങളൂട്ടി. പെണ്ണ് കാണാൻ വന്നപ്പോ തന്നെ ബന്ധുക്കൾ പോലെ പരസ്പരം സംസാരിക്കുന്ന 2 വീട്ടുകാരും. അമ്മയുടെയും അച്ഛന്റെയും മുഖത്ത് നല്ല പ്രതീക്ഷയുണ്ട്. കാരണം ഇവിടം ഒരുപാട് ഇഷ്ടപ്പെട്ടുവെന്ന് അവരുടെ മുഖം കണ്ടപ്പോ തന്നെ അവന് മനസ്സിലായി. അവൻ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോ വിരിഞ്ഞു നിൽക്കുന്ന റോസാച്ചെടിയുടെ മുള്ള് ഓരോന്നോരോന്നായി നുള്ളിക്കീറുന്ന അവളെയാണ് അവൻ കണ്ടത്. അവൻ അവിടേക്ക് ചെല്ലുമ്പോ 2 പേരും നിശബ്ദമായി തന്നെ നിന്നു. എന്താ സംസാരിക്കണുണ്ടെന്ന് പറഞ്ഞ? അനൂപിന്റെ ആ ചോദ്യത്തിൽ വൈഷ്ണുവിന്റെ ഭാഗത്തുനിന്നും മൗനം തന്നെയായിരുന്നു. എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞോളൂ, അതിന് മുഖവുരയൊന്നും വേണ്ട. അപ്പോഴും അവൾ ഒന്നും മിണ്ടാതെ അങ്ങനെ നിന്നു. ഒന്നും പറയാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അകത്തേക്ക് പോകാം, അവൻ ഇത്തിരി കടുപ്പിച്ച് പറഞ്ഞു. എന്റെ ഒരു എൻഗേജ്മെന്റ് മുടങ്ങിയതാണ്. പെണ്ണ് കാണലും എൻഗേജ്മെന്റും കല്യാണ തീയതിയും എല്ലാം തീരുമാനിച്ചതായിരുന്നു. ഡേറ്റ് എടുത്തപ്പോ അയാൾക്ക് എന്നെ വേണ്ടാന്ന് പറഞ്ഞു. എല്ലാവരുടെയും മനസ്സിലെന്നതുപോലെ അനൂപിന്റെ മനസ്സിലും എന്തുകൊണ്ടാണ് കല്യാണം മുടങ്ങിയത് എന്നറിയാനുള്ള ആ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നു. ഇത്രയും നല്ല സൗന്ദര്യമുള്ള തന്നെ വേണ്ടാന്ന് പറയാൻ എന്തായിരുന്നു കാരണം? അനൂപിന്റെ ആ ചോദ്യത്തിന് അവൾ കയ്യിൽ നിന്ന് ആ ടാബ്ലറ്റ് എടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തു. അനൂപിന് അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഗർഭസംബന്ധമായ പ്രശ്നങ്ങൾക്ക്, PCOD അങ്ങനെയുള്ള രോഗങ്ങൾക്ക് കഴിക്കുന്ന ഒരു ടാബ്ലറ്റ് ആയിരുന്നു അത്. ഒരു പ്രാവശ്യം എൻഗേജ്മെന്റ് മുടങ്ങിയപ്പോ എന്റെ അച്ഛനും അമ്മയും ഒരുപാട് കണ്ണീരൊഴുക്കിയതാണ്. ഇനി ഒരു പ്രാവശ്യം കൂടി അതങ്ങനെ സംഭവിച്ചാൽ അവർക്കത് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാം മുമ്പേ തന്നെ എനിക്ക് പറയണമെന്ന് തോന്നി. ഇനി നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം, ഇങ്ങനെയൊരു വിവാഹം വേണോ വേണ്ടായോ എന്ന്. മുഖം നോക്കാതെയുള്ള അവളുടെ സംസാരം കേട്ട് അനൂപ് അവളെ തന്നെ നോക്കി നിന്നു. അവളുടെ ചോദ്യത്തിന് അവൻ ഒന്നും തന്നെ മറുപടി നൽകില്ല. അവർ ഒരുമിച്ച് നിന്നെടുത്ത് തൊട്ടരികിലായി വെച്ചിരുന്ന വാട്ടർ പ്യൂരിഫയറിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊണ്ടുവന്ന് അവളുടെ കയ്യിൽ കൊടുത്തു. രാവിലെ കഴിക്കാനുള്ള ടാബ്ലറ്റ്സ് കഴിച്ചു കാണില്ലല്ലോ, അതാദ്യം കഴിക്കേ, എന്നിട്ട് സംസാരിക്കാം. അനൂപ് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ അതുവരെ ഒന്നും ശ്രദ്ധിക്കുക പോലും ചെയ്യാത്ത വൈഷ്ണവി മുഖമൊന്നുയർത്തി അനൂപിനെ ഒരു നിമിഷം നോക്കി നിന്നു. അനൂപ് ആ ഗ്ലാസ്സിലെ വെള്ളം അവളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോ സന്തോഷവും സ്നേഹവും നിറഞ്ഞൊരു മുഖഭാവം. ആ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിടർന്നിട്ടുണ്ട്. അവൻ അതിൽ നിന്നും ഒരു ടാബ്ലറ്റ് മാത്രം എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ ചേച്ചിക്കും ഇതേ പ്രോബ്ലം ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അത്യാവശ്യം എനിക്കറിയാം. പിന്നെ നമ്മൾ മനസ്സ് വെച്ചാൽ മാറാത്ത അസുഖങ്ങൾ ഒന്നും തന്നെയില്ല. തനിക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ തന്റെ അസുഖം മാറുന്നതുവരെ
ഈ ടാബ്ലറ്റ് എടുത്തു തരാൻ ഞാൻ റെഡിയാണ് കേട്ടോ. താൻ ആലോചിച്ചിട്ടൊരു അഭിപ്രായം പറഞ്ഞാൽ മതി. പെട്ടെന്നൊരു ദിവസം കാണുന്ന ഒരു പെൺകുട്ടിയോട് ആ ഒരു നിമിഷം തന്നെ ഇഷ്ടമാണോ, എന്നെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം അവർക്ക് കുറച്ച് സമയം കൊടുക്കുക, നമ്മളെ അറിയാൻ, പരസ്പരം മനസ്സിലാക്കാൻ എന്നൊരു ചിന്താഗതി അനൂപിലും ഉണ്ടായിരുന്നു. ചേട്ടാ വാ പോകണ്ടേ? നിങ്ങൾ ഇങ്ങനെ സംസാരിച്ച കല്യാണം കഴിഞ്ഞാലും എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടേ? പെങ്ങളുകുട്ടി വന്ന് അനൂപിനെ ഒന്ന് തോണ്ടി. അമ്മയ്ക്കും അച്ഛനും ഒപ്പം അനൂപ് വീടിന്റെ പടിയിറങ്ങുമ്പോ ജനാലയുടെ വൈഷ്ണവി അവനെ നോക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം കൊണ്ടുള്ള പരിചയമാണെങ്കിലും അങ്ങനെ ഒരാളെ മനസ്സിലാക്കാൻ, ഇഷ്ടപ്പെടാൻ അവളുടെ മനസ്സിലും ആഗ്രഹമുണ്ടായിരുന്നു.